കട്ടപ്പനയിൽ ബാങ്കിനുള്ളിൽ നിക്ഷേപകന്റെ ആത്മഹത്യ. മുളങ്ങാശ്ശേരി സ്വദേശി സാബുവാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കുന്നത്. ആത്മഹത്യയ്ക്ക് കാരണം ബാങ്കാണെന്ന് കുറ്റപ്പെടുത്തുന്ന സാബുവിന്റെ ആത്മഹത്യാ കുറിപ്പ് കിട്ടിയിരിക്കുന്നു. പണം ആവശ്യപ്പെട്ട് തന്നെ അധിക്ഷേപിച്ചു. മറ്റൊരാൾക്കും ഈ ഗതി ഉണ്ടാകരുതെന്ന ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട്. ബാങ്കിന് മുന്നിൽ BJP കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. സന്ദീപ് രാജാക്കാട്. സന്ദീപ്, ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അകത്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആത്മഹത്യാ കുറിപ്പും കിട്ടിയിരിക്കുന്നത് ബാങ്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. എന്താണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്? സ്മൃതി പരുത്തിക്കാട് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് വലിയ രീതിയിലുള്ള മനോവിഷമം അതിന് ഉണ്ടായി, അതുകൊണ്ടാണ് ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അതിൽ വ്യക്തമായി തന്നെ പറയുന്നത് ബാങ്കിന്റെ സെക്രട്ടറിയേക്ക് അടക്കം കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. താൻ നിരവധി തവണ ഇവിടെ എത്തിയിരുന്നു. ഏറ്റവും ഒടുവിലെത്തിയപ്പോൾ തന്നെ അസഭ്യം പറയുകയും അപമാനിക്കുകയും ചെയ്തു. പിടിച്ച് തള്ളുന്ന സ്ഥിതിയുണ്ടായി. ഇതൊന്നും ഇനി ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ മരണത്തിന് ഉത്തരവാദി ബാങ്കാണ് എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ ബാങ്ക് സെക്രട്ടറിക്കെതിരെയുമാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് ഇദ്ദേഹം ജീവനൊടുക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഒപ്പം തന്നെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ആളാണെന്നാണ് ഈ വാർഡ് കൗൺസിലർ അടക്കം നമ്മളോട് അല്പം മുമ്പ് വ്യക്തമാക്കിയത്. നിരവധിയായിട്ടുള്ള ഇത്തരം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാര്യങ്ങളിൽ താൻ അടക്കം ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെട്ടതിൽ ഏറ്റവും ഒടുവിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിലവിൽ ഭാര്യ ഒരു ഓപ്പറേഷന് ശേഷം തൊടുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പണം ആവശ്യമായപ്പോഴാണ് ഇവിടെ എത്തിയത് എന്നുള്ളതാണ് വാർഡ് കൗൺസിലർ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. മാതാപിതാക്കൾ കിടപ്പ് രോഗികളാണ് എന്ന് പറയുന്നു. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് നിരന്തരമായി ബാങ്കിലെത്തി പണം ആവശ്യപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് ഉണ്ടാകണം. ഈ ആത്മഹത്യാക്കുറിപ്പടക്കം പുറത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ബാങ്കിനെതിരെ, ഇല്ലെങ്കിൽ ബാങ്ക് സെക്രട്ടറിക്കെതിരെയൊക്കെ പ്രതിഷേധം നടപടി ഉണ്ടാകണം എന്ന ആവശ്യവുമാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ RDOയുടെ അതുപോലെ തന്നെ ASP ഇടുക്കി SP അടക്കമുള്ളവർ സ്ഥലത്തെത്തണം. ഇൻക്വസ്റ്റ് നടപടികൾ അല്ലാതെ പൂർത്തീകരിച്ച് വേഗത്തിൽ ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടികൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു മുമ്പ് ആംബുലൻസ് എത്തിച്ച് ഇവിടേക്ക് എത്തിച്ചിരുന്നു, നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കൊണ്ടുപോകാൻ. പക്ഷേ പ്രതിഷേധത്തെ തുടർന്ന് ആംബുലൻസ് ഇവിടെ നിന്ന് പോലീസ് ഇടപെട്ട് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത്തരം ഈ ഒരു നടപടി സ്വീകരിക്കാതെ, ഇല്ലെങ്കിൽ ബാങ്ക് സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാതെ മൃതദേഹം കൊണ്ടുപോകുവാൻ വേണ്ടി അനുവദിക്കില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ, കോൺഗ്രസ് BJP പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. ഇത്തരം ഒരാളുടെ ജീവന് വില കൽപ്പിക്കാത്ത ഒരു നിലപാടാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്, സെക്രട്ടറിയുടെ ജീവനക്കാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മറ്റ് പ്രതിഷേധക്കാരുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം 8-10 പേരായിരുന്നു ഈ പ്രതിഷേധവുമായിട്ട് ഇവിടേക്ക് ഓടിയെത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് BJP പ്രവർത്തകർ കൂടുതൽ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഒരു വളരെ ദൗർഭാഗ്യകരമായ, ഇല്ലെങ്കിൽ ഒരാൾക്കും ഇനി ഇങ്ങനെ ഒരു വിധി ഉണ്ടാകരുത് എന്ന് മനോവിഷമത്തോടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുമ്പോൾ അത് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. കാരണം അത്രയേറെ ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുടുംബാംഗങ്ങൾ മറ്റാരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. ഒരു ബന്ധു മാത്രമാണ്, അവർ അകത്തുണ്ട് എന്നുള്ളതാണ്. ഇൻക്വസ്റ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ അകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും അവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കിട്ടിയാൽ ഇതിലൊരു വ്യക്തത വരുത്താൻ കഴിയുക. എന്താണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിച്ചിരുന്നത്? ഒരു ചെറിയ വ്യാപാരിയാണ്, ചെറുകിട വ്യാപാര മേഖലയിൽ നിന്ന് ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നയാളാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന അഭ്യർത്ഥന നിരവധി തവണ, ഏതാണ്ട് 35 ലക്ഷത്തോളം രൂപ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 35 ലക്ഷത്തോളം രൂപ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായ ഒരു കണക്കല്ല, നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ച കണക്കാണ്. എങ്കിൽ പോലും 35 ലക്ഷത്തോളം രൂപ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ വ്യക്തമായി പറയുന്നത്. തൻ്റെ സമ്പാദ്യം മുഴുവനും ഈ ബാങ്കിൽ നിക്ഷേപിച്ചു. എന്നാൽ അത് തിരികെ ലഭിക്കാൻ പലതവണ ബാങ്കിൽ കയറിയിറങ്ങി, തന്നോട് മോശമായി സംസാരിച്ചു, അസഭ്യം പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായത് വളരെയധികം മാനസികമായി വേദനിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും പ്രതിഷേധക്കാർ സമരം കടുപ്പിക്കുകയാണ്. ഈ ബാങ്കിന് മുന്നിലേക്ക് അവർ ഇരുന്ന്
കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നടപടി ഉണ്ടാകാതെ ഇവിടെ നിന്ന് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുവാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഒരു സൈഡിൽ BJP-യും ചേർന്ന് കോൺഗ്രസും പ്രവർത്തകർ ഇരുന്നു കൊണ്ട് ഇപ്പോൾ സമരം ആരംഭിച്ചിരിക്കുന്നു. CPM-ന്റെ ഈ ഭരണസമിതിക്കെതിരെയും ഗുരുതരമായ ആരോപണം ഇവർ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അനധികൃതമായ നിയമനം നടത്തി അത് വിവരാവകാശ നിയമപ്രകാരം അത്തരം കാര്യങ്ങളെല്ലാം തങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് BJP പ്രവർത്തകർ ആരോപിക്കുന്നു. നിരവധിയായിട്ടുള്ള ഇടപാടുകാർക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. കുറച്ചു കാലങ്ങൾ മാത്രമായുള്ളൂ CPM-ന് ഭരണം കിട്ടിയിട്ട്. അതിൻ്റെ ശേഷം ഇത്തരത്തിൽ അഴിമതി ഇവിടെ രൂക്ഷമായി നടക്കുന്നു എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്തായിരുന്നാലും ഈ അഴിമതി മറ്റൊരു കാര്യം എന്നുള്ളതിന് അപ്പുറത്തേക്ക്, ഇല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങൾ ഉന്നയിക്കുന്നു, രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്ന വലിയ സാഹചര്യം നിലനിൽക്കുകയാണ്. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സ്വന്തമായി പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണം അത് ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഒരാവശ്യം വരുമ്പോൾ, അത്യാവശ്യം വരുമ്പോൾ നമുക്ക് തിരികെ എടുത്തത് ഉപയോഗിക്കാമെന്നുള്ള വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ആ സമയത്ത് ആശുപത്രി ആവശ്യമെന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു തുക, ഓപ്പറേഷന് വേണ്ടി ചിലവായ തുക, അത് തിരിച്ചടച്ച് ഭാര്യയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇവിടേക്ക് എത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ള വലിയ മനോവിഷമം, അതും തൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നിട്ടും അതിന് കഴിയുന്നില്ല എന്നുള്ള ഒരു മനോവിഷമം അദ്ദേഹത്തെ വല്ലാതെ വലച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായിരുന്നാലും ബന്ധുക്കളുടെ കൂടി പ്രതികരണങ്ങൾ ലഭിച്ചാൽ മാത്രമേ അക്കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത നമുക്ക് വരുത്താൻ കഴിയുകയുള്ളൂ. അവർ ഇൻക്വസ്റ്റ് നടപടികൾ അകത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നതിൻ്റെ അകത്ത് ഭാഗത്തേക്കാണ് ഇൻക്വസ്റ്റ് നടപടി നടക്കുന്നത്. ആ വഴിയിലൂടെ, ആ ഇടനാഴിയിലൂടെ അകത്തേക്കാണ് ഈ സാബു ഉള്ളിലേക്ക് കയറി പോവുകയും അവിടെ നിന്ന് സ്റ്റെയർകേഴ്സ് വഴിയാണ് ബാങ്കിലേക്ക് എത്തുക. ആ സ്റ്റെയർകേഴ്സിലേക്ക് കയറുന്ന സ്റ്റെയർകേഴ്സിൽ തന്നെയായിരുന്നു സാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും പോലീസ് അടക്കം എത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. പക്ഷേ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റണമെങ്കിൽ വലിയ പ്രതിഷേധത്തെ മറികടന്നുകയായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തരത്തിലാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുവാൻ അനുവദിക്കില്ല. അത് കൊണ്ടുപോകണമെങ്കിൽ ASP-യും ഒപ്പം തന്നെ SP-യും RDO അടക്കമുള്ളവർ ഇവിടെ എത്തണം. അല്ലാതെ ഒരു നടപടി അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇയാൾക്കെതിരെ ഈ ആത്മഹത്യാക്കുറിപ്പടക്കം പുറത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സെക്രട്ടറിക്കടക്കമെതിരെ നടപടി ഉണ്ടാകണം, അറസ്റ്റ് ചെയ്യണം, കേസെടുക്കണം തുടങ്ങിയിട്ടുള്ള നിരവധിയായ ആരോപണങ്ങൾ, ഭരണസമിതിക്കെതിരെയും നടപടികൾ, പോലീസ് കേസ് അടക്കം എടുത്തുകൊണ്ട് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഇല്ലാതെ ഇവിടെ നിന്നും പ്രതിഷേധം അവസാനിപ്പിച്ച് പോകുവാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ BJP കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം ഒരു ശ്രമമൊക്കെ നടത്തി അനുനയിപ്പിച്ച് പോകാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും പ്രതിഷേധത്തെ മറികടന്ന് മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായിരുന്നാലും CPIM നേതൃത്വം കൊടുക്കുന്ന ബാങ്ക് ആയതുകൊണ്ട് കോൺഗ്രസ് BJP പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധിക്കുമ്പോൾ പോലും നമുക്ക് പറയാനുള്ളത്, അയാളുടെ ജീവൻ അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളത് സാഹചര്യം, അത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഒരിക്കലും നമുക്കത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരായുസിൻ്റെ അധ്വാനം അത് ഒരു സമ്പാദ്യമായി സൂക്ഷിച്ചു വെക്കുന്നത് ഒരാവശ്യം വരുമ്പോൾ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. അതിന് സാധിക്കുന്നില്ല, അതിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇത്തരത്തിൽ മറ്റ് കേസുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അദ്ദേഹം അനുഭവിച്ചിരുന്നു. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മറികടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന മാർഗം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പണം, ബാങ്കിൽ കിടക്കുന്ന പണം എടുക്കുക, തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ ബാങ്കിലെ പണം തിരിച്ചെടുത്ത് ഈ ഒരു ആശുപത്രി ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന സാഹചര്യമായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ ഭാര്യയുമായി തിരിച്ചു വരാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാകുമായിരുന്നില്ല. ഇല്ലെങ്കിൽ സാബുവിന് ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരികയായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ച ആ ഒരു വാർഡ് കൗൺസിലർ, അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. ഈ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഇദ്ദേഹം അനുഭവിച്ചിരുന്നതായി അറിഞ്ഞിരുന്നു. അദ്ദേഹം ഈ സാബു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇതുപോലെ അദ്ദേഹത്തിന് 1-2 ചെറിയ വിഷയങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു വിവരം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവൻ അവസാനിപ്പിക്കേണ്ടി വരികയില്ല. ഈ റൂറൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കുന്തളംപാറയുള്ള ഹിരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു 5 സെന്റ് ഭൂമി വിറ്റിട്ട് അദ്ദേഹം വില്ലേജിൽ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടുന്ന് ഒരു 30,000-40,000 രൂപയുടെ ലോൺ ഉണ്ടെന്ന് അറിയുന്നത്.
അദ്ദേഹം ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പഴയ കരംകെട്ടി രസീതിൻ്റെ കോപ്പി വെച്ച് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി വിട്ടു. എന്നോട് ഈ വിവരം നിന്ന് പറയുകയും ഞാൻ ഈ വിഷയത്തിൽ ബന്ധപ്പെടുകയും 2 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പൈസ മറ്റേ അനിയനെ കൊണ്ട് അടപ്പിച്ച് ഈ പ്രശ്നം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ബാങ്കിൽ നിരന്തരമായ ക്രമക്കേടുകൾ ഇതുപോലെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം എന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താതെ അദ്ദേഹത്തിന് വേണ്ടുന്ന അദ്ദേഹത്തിൻ്റെ പണം തിരികെ കിട്ടാനുള്ള സംവിധാനം തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. കുടുംബത്തിലെ സാഹചര്യം എങ്ങനെയാണ്? ഇദ്ദേഹത്തിന്റെ കുടുംബ സാഹചര്യം? അദ്ദേഹത്തിൻ്റെ കുടുംബ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ കിട്ടുന്ന പൈസയാണ് അദ്ദേഹത്തിന് കിട്ടാവുന്നത്. അതിനേക്കാൾ കൂടി ഒരു മനോവിഷമം അദ്ദേഹത്തിന് ഉണ്ടാകാൻ ഇനിയില്ല. തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മിക്ക സഹകരണ പ്രസ്ഥാനങ്ങളും ആരെങ്കിലും നിക്ഷേപം തിരിച്ചു ചോദിച്ചാൽ ഇതാണ് അനുഭവം. അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ ബലം പ്രയോഗിച്ച് ബാങ്കിൽ നിന്ന് ഇറക്കി വിടുക. നിക്ഷേപകരെന്ത് ഇനി മുന്നോട്ട് ഇവരുടെ നിക്ഷേപം തിരിച്ചു കിട്ടാൻ എന്താണ് മാർഗമെന്ന് വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആരും ഇവിടെ എത്തിയിട്ടില്ല. ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ 20 വയസ്സുള്ള മകൻ, മൂത്ത മകൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ RDOയോ SP ഒന്നും വരാതെ ഒരു കാരണവശാലും ബോഡി ഇവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. കാരണം ഇപ്പം ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക, ഈ സഹകരണ പ്രസ്ഥാനങ്ങളിൽ കിടക്കുന്ന പൈസ ഒരാവശ്യം വന്നാൽ തിരിച്ചു കിട്ടാൻ ഒരു മാർഗം ഇന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ഒഴിവാക്കി വിടുക, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ബലം പ്രയോഗിച്ചു വിടുക, അല്ലെങ്കിൽ അവരുടെ പേരിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുക. ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുന്നോടം വരെ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്മൃതി പരുത്തിക്കാട്, അത്തരത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുവാൻ തന്നെയാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ മറികടക്കുവാൻ ആകെ ഉണ്ടായിരുന്ന ആശ്രയം ഈ പറയുന്നത് പോലെ ഇദ്ദേഹം സമ്പാദിച്ചിരുന്ന, ഇല്ലെങ്കിൽ ഒരായുസിന്റെ അധ്വാനമായി കരുതി. ശരി, സന്ദീപ് രാജാക്കാട്, വലിയ പ്രതിഷേധമാണ് അവിടെ വരുന്നത്. കട്ടപ്പനയിൽ ബാങ്കിനുള്ളിലായിരുന്നു നിക്ഷേപകന്റെ ആത്മഹത്യ. മുളങ്ങാശ്ശേരി സ്വദേശി സാബുവാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കിയിരിക്കുന്നത്. ആത്മഹത്യയ്ക്ക് കാരണം ബാങ്ക് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പും കിട്ടിയിരിക്കുന്നു. അവിടെ ഇപ്പോൾ